ഹായ് ഹലോ മാനുകുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പതി യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസമാണ് നമുക്ക് ദർശനത്തിന് കിട്ടിയിരിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി പാൻകുട്ടനെ ഒരുക്കി എല്ലാവരും സെറ്റായി. ബാനുക്കുട്ടൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ ലിറ്റി ബിറ്റി ഡിസൈനിൽ നിന്ന് തയ്ച്ചാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആൾ സെറ്റായിട്ട് തന്നെ തയ്ച്ച് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്ലൗസ് നമ്മുടെ ചേർത്തലയിലുള്ള ഡോറയിലാണ് തയ്പ്പിച്ചത്. അമ്പലത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ബാഗെല്ലാം എടുത്ത് നമ്മുടെ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത് തന്നെ. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഹാൻഡ് ബാഗ്, ഫോണ്, സ്മാർട്ട് വാച്ച് ഇതെല്ലാം നമ്മുടെ അവളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോയത്. നമ്മളെപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. അവിടെ എത്തിയപ്പോൾ ഈ പറയുന്ന കണക്കിന് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് കുറച്ച് പൂജ സമയമായതുകൊണ്ട് ഞങ്ങളൊരു 12 മണിയായപ്പോഴാണ് അകത്തോട്ട് കയറിയത്. അകത്ത് കയറിയതിന് ശേഷമാണെങ്കിൽ നമ്മൾക്ക് ഒരു 2 മണിക്കൂർ എടുത്തു തൊഴുത് ഇറങ്ങാനായിട്ട്. നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കിനി താഴത്തോട്ട് പോകണം. താഴത്തോട്ട് പോകാനായിട്ട് നമ്മൾ ബസ്സാണ് നമ്മൾ നോക്കിയത്. ബസ് എനി ടൈം അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ അതിന് സമാധാനമുണ്ട്. പിന്നെ അവിടെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നീങ്ങി. അവിടെ ഈ പറയുന്ന കണക്കിന് വളകളാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട്. എനിക്ക് ഈ കുപ്പി വളകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ തന്നെയാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നേരെ താഴത്ത് ചെന്നിട്ട് വേണം ഒരു റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ അവിടെ മേളിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് താഴത്ത് വന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂമും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവിടെ കൂടി. അങ്ങനെ നമ്മുടെ തിരുപ്പതി ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം, ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നും കൂടെ പോകണം. നമ്മുടെ ട്രെയിൻ 2 മണിക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. താമസം 4ാമത്തെ നിലയിലാണ്. അവിടെ ലിഫ്റ്റ് ഉണ്ട്. പക്ഷെ ലിഫ്റ്റ് കയറിയാക്കി വരില്ല. എനിക്ക് കൂട്ടായിട്ട് ചേട്ടൻ നടന്നിറങ്ങി. പക്ഷെ അവരെക്കാട്ടും മുന്നേ ഞങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങളല്ല അവരാക്കിയത്. നമ്മളടുത്ത് അങ്ങോട്ട് അയച്ചു പോണേ. പത്മാവതി ടെമ്പിൾ, പിന്നെ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പത്മാവതി ടെമ്പിളാണ്. ടെമ്പിളിലോട്ട് നമ്മുടെ ഹോട്ടലുമായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റത്തെ യാത്ര അത്രേ ഉള്ളെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കാളഹസ്തിയിലോട്ട് വിട്ടു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാളഹസ്തിയിലോട്ട് ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയാണ് കേട്ടോ. രാവിലെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് വളരെ ബ്ലോക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിലും നേരത്തെ എത്തിയെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ലിസ്റ്റിലുള്ള 2 അമ്പലങ്ങളിൽ ഒന്നാണ് കാളഹസ്തി ടെമ്പിളും പത്മാവതി ടെമ്പിളും. ഇതുകൂടാതെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമ്മളുടെ തിരുമലയിലുള്ള ഒത്തിരി ക്ഷേത്രങ്ങളും നമുക്ക് പോകാൻ സാധിച്ചു. നമ്മളുടെ വണ്ടി ഇവിടം വരെ പോകത്തുള്ളൂ കേട്ടോ. അങ്ങോട്ടേക്ക് പോയില്ല. അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ്, വാച്ച്, സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഇതൊന്നും കയറ്റില്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ തൊഴുത് ഏകദേശം ഞങ്ങളൊരു 10:30 ആയപ്പോൾ ഇറങ്ങി. കാളഹസ്തിയിൽ ഞങ്ങൾക്ക് ഇച്ചിരി നേരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ഇനി അടുത്ത പത്മാവതി ടെമ്പിളിൽ പോകണം. അവിടെ അമ്പലം അടക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് തൊഴുത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാളഹസ്തിയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ പത്മാവതി ടെമ്പിളിലോട്ട് പോകുന്ന സമയത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പറയുന്ന എനിക്ക് നല്ലൊരു ടെൻഷനും ഉണ്ടായിരുന്നു, കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും വീഡിയോസും കാര്യങ്ങളും ഒന്നും അവിടുത്തെ എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബാഗെല്ലാം നമ്മുടെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ പ്രധാനമായിട്ടും പത്മാവതിയെ വെച്ചിട്ട് എന്നെ ഒന്ന് കാണാതെ പോയായിരുന്നു ഒരു 15 മിനിറ്റത്തേക്ക്.
പിന്നെ എന്നെ തിരികെ കിട്ടി കേട്ടോ. എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ബാനുക്കുട്ടൻ അവിടെ കിടന്ന് നല്ല കളിയായിരുന്നു. ഒപ്പം അവളുടെ വല്യച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ച ഹോട്ടലും റെയിൽവേ സ്റ്റേഷനായിട്ട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ സമാധാനത്തിൽ നമ്മൾ പോയി. എന്തായാലും വളരെ സന്തോഷമായിട്ട് നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. ബാനുക്കുട്ടൻ്റെ ഈ ഒരു നേർച്ച കാരണം നമുക്ക് കുറച്ച് താമസിച്ചെങ്കിൽ പോലും അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നമ്മളുടെ രാജീവേട്ടൻ്റെ ഫാമിലി അവന്മാരെല്ലാവരും മുട്ടയടിച്ചായിരുന്നു കേട്ടോ, രാജീവേട്ടൻ ഉൾപ്പെടെ. അങ്ങനെ എന്താ പറയുക, ഒറ്റ ഫ്രെയിമിൽ എല്ലാ മുട്ടകളെയും കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് മുട്ടകളൊക്കെ എടുക്കുന്നേരം മിസ്സിങ് ആണ്. അങ്ങനെ എല്ലാവരും പതിയെ പതിയെ നടന്നു പോവുകയാണ് കേട്ടോ. 2 മണിയാണ് ട്രെയിൻ ടൈം എന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി. പിന്നെ അവിടുന്ന് ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ ഉന്തിത്തള്ളി മതി വീഡിയോ ഒക്കെ എടുത്തത്, ബാ പോവാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയും പറഞ്ഞ് എന്നെ ട്രെയിനിൽ കൊണ്ട് അങ്ങനെ ഇനിയും കാണാതെ പോയാലോ എന്ന് ഓർത്തിട്ടായിരിക്കും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ വിട്ടപ്പോൾ തന്നെ ബാനുക്കുട്ടനും ബാനുക്കുട്ടൻ്റെ സുനന്ദാമ്മയും കൂടെ അങ്ങ് ഇരുന്നു പടം വരച്ച് കളിക്കാനായിട്ട്. ഇങ്ങോട്ട് വന്ന ഓളത്തെക്കാട്ടും കൂടുതലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. ബാനുക്കുട്ടൻ ഫുൾ ആക്റ്റീവായിരുന്നു, പിള്ളേരും എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങ് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നതിൻ്റെ സങ്കടമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ഓളമായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയതിനെക്കാട്ടും ഓളമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തത് തിരിച്ച് വന്നപ്പോഴാണ്. ഫുൾ വൈബായിരുന്നു. നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ മാക്സിമം എല്ലാവരുമായിട്ട് മിണ്ടിയും പറഞ്ഞു ഫുഡൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. അതെന്തായാലും ഈ യാത്രയിൽ നമ്മൾ അറിഞ്ഞു. തിരുപ്പതിക്ക് പോകാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ തന്നെയാണ് കേട്ടോ. അത് നമുക്കൊരു സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കണക്കിന് നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോകാനും പറ്റും. പിന്നെ അവിടെ ചെന്നിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളൊരു ടാക്സിക്കൊക്കെ എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കൊല്ലുന്ന റേറ്റാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടി സന്തോഷം, അതായത് ഞങ്ങളുടെ ഈ 4 ദിവസത്തെ യാത്ര വിശേഷങ്ങൾ എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ, ബൈ.